മഞ്ജുവിൻ്റെയും ദിലീപിൻ്റെയും വാർത്തകൾ ഓരോ സമയം പുറത്തു വരുമ്പോഴും പ്രേക്ഷകരെല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ വേർപിരിഞ്ഞത് എന്ന്. ഇപ്പോഴിതാ മഞ്ജു നൽകിയ മൊഴി പുറത്തു വരുമ്പോൾ അതിൽ തന്നെ കാരണങ്ങളെല്ലാമുണ്ട്. മഞ്ജുവിന് നേരത്തെ കാവ്യയും ദിലീപും തമ്മിലുള്ള ബന്ധത്തിൽ സംശയമുണ്ടായിരുന്നു. ഈ സംശയത്തിന് ഉടനീളമായി സൂചനകൾ ലഭിച്ചത് ദിലീപിൻ്റെ ഫോണുകളിൽ നിന്ന് തന്നെയാണ്. ദിലീപ് കാവ്യമാധവൻ്റെ നമ്പർ പലതവണ സേവ് ചെയ്തതും തെളിവുകളായി കോടതിക്ക് തന്നെ ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേരിൽ തന്നെ മഞ്ജു വീട്ടിൽ പ്രശ്നമുണ്ടാക്കുകയും ഇത് സംസാരിക്കാനുമായി അതിജീവിതയുടെ അടുത്ത് പോവുകയും ചെയ്തു. എന്നാൽ മഞ്ജു പറയുന്ന ചില കാരണങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങളുണ്ട്. ആ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ ഒരു തുള്ളി സ്വർണമോ പൈസയോ ഞാൻ എടുത്തിട്ടില്ല. ഒന്നുമില്ലാതെയാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്തൊക്കെയാണോ എൻ്റെതെന്ന് ഞാൻ തിരയാൻ പോലും പോയില്ല. അത്രയേറെ വിഷമത്തിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി എന്ന മൊഴിയിൽ കൃത്യമായി പറയുന്നുണ്ട്. ആ മൊഴി കേൾക്കുമ്പോൾ തന്നെ കാര്യം മനസ്സിലാകും. മഞ്ജുവിന് ഇപ്പോഴും ആ വിവാഹമോചനം ഒരു വലിയ വിഷമമാണ്. ഏറ്റവും കൂടുതൽ മഞ്ജുവിനെ വേദനിപ്പിച്ചൊരു കാര്യം തന്നെയാണ്. അതെന്തൊക്കെ സംഭവിച്ചാലും അത് മാറില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. പ്രേക്ഷകരെല്ലാവരും കൃത്യമായി വാർത്ത ഓരോന്നോരോന്നും പങ്കുവയ്ക്കുന്നു. പ്രേക്ഷകർ വളരെയധികം തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ വാർത്ത പുറത്തു വരുമ്പോൾ, മഞ്ജുവിൻ്റെ മൊഴി പുറത്തു വരുമ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരെയും വിഷമിപ്പിക്കുന്നതും ഇതുതന്നെയാണ്. ദിലീപുമായുള്ള വേർപിരിയൽ ഇവിടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായി വന്നപ്പോൾ തന്നെ മഞ്ജുവിന് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എന്നാൽ അതിനെക്കുറിച്ച് പറയാൻ താരത്തിനൊട്ടും താല്പര്യമില്ലായിരുന്നു. എന്തായിരുന്നു മഞ്ജുവായിട്ടും ദിലീപും തമ്മിലുള്ള പ്രശ്നമെന്ന് ഒരിക്കൽ പോലും പുറത്തു പറയാൻ തയ്യാറാകാത്തവരാണ് മഞ്ജുവും ദിലീപും. അവരുടെ ഇടയിലേക്ക് തന്നെ ഇത് വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ് എന്ന് പറയുന്നു. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ് എന്ന് തന്നെ പറയാം. ആരാധകരും വളരെ കൃത്യമായി തന്നെ അറിയുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർക്ക് ഇത് വളരെയധികം തന്നെ ബോധത്തോടെയാണ് മനസ്സിലാകുന്നത് എന്നും പറയുന്നു. സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇപ്പോൾ മഞ്ജുവിൻ്റെ അവസ്ഥയെപ്പറ്റിയും സംസാരിക്കുന്നുണ്ട്. മഞ്ജുവിന് അങ്ങനൊരു വിഷമം ആ വാർത്ത ഉണ്ടാക്കി, അതൊരു സത്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് എല്ലാവരും ചോദിക്കുന്നു. അതിജീവിതയ്ക്ക് നീതി ലഭിച്ചില്ല എന്ന് മഞ്ജു ഉറക്കെ കരയുമ്പോഴും മഞ്ജുവിന് പറയാൻ പറ്റാത്ത ഒരുപാട് കാരണങ്ങളുണ്ട്. കോടതി മുറിയിൽ ദിലീപിൻ്റെ ദാമ്പത്യ ജീവിതവുമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് പലതിനും മഞ്ജുവിന് മറുപടിയില്ല. അത് പറയുമ്പോൾ ഇപ്പോഴും വിഷമമാണ്. ഇന്നും വിവാഹം കഴിക്കാതെ മഞ്ജു കഴിയുന്നതും അതുകൊണ്ടാണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. മകളുടെ കാര്യം പോലും അന്വേഷിച്ച് പിന്നീട് പോയിട്ടില്ല മഞ്ജു. മീനാക്ഷി വീട്ടിലില്ലാത്തപ്പോഴാണ് മഞ്ജു സ്വയം ഇഷ്ടമേ പത്മസരോവരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്ന് പലപ്പോഴും വാർത്ത വന്നിരുന്നു. ഇത് സ്ഥിരീകരിച്ചുകൊണ്ട് പലരും ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ അതിജീവിതയുമായി ബന്ധപ്പെട്ട ചില കാരണങ്ങൾ മാത്രമാണ് മഞ്ജു പുറത്തെത്തിച്ചത്. മറ്റുള്ള തൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ വിഷയം ഒന്നും തന്നെ ഈ കേസുമായി ബാധിക്കുന്നതല്ല എന്ന് മഞ്ജു ഉറക്കെ പറയുകയായിരുന്നു. അതുതന്നെയായിരുന്നു മഞ്ജുവിൻ്റെ ആവശ്യമെന്നും പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുന്നതും അതുകൊണ്ടാണ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.